മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 1400 ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ക്ഷേത്രങ്ങളിലെ സ്വർണം, വെള്ളി തുടങ്ങി വിലയേറിയ ആഭരണങ്ങൾ പരിശോധിക്കാനുള്ളത് വെറും 3 ജീവനക്കാർ മാത്രമാണ്. 2023 71 ക്ഷേത്രങ്ങളുടെ സ്വർണം, വെള്ളി എന്നിവയുടെ മൂല്യനിർണ്ണയം മാത്രമാണ് നടന്നതെന്ന വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രമ്യ ചേരുന്നുണ്ട്. രമ്യ, നോക്കൂ, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് 1400 ക്ഷേത്രങ്ങളാണ്. ഈ 1400 ക്ഷേത്രങ്ങളിലുള്ള ഭഗവാന്റെ സ്വത്ത് എണ്ണിത്തിട്ടപ്പെടുത്താനുള്ളത് ആകെ 3 ജീവനക്കാർ മാത്രമാണ്. എന്തൊക്കെയാണ് ജനം ടിവിക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ? അശ്വതി, ഈ ശബരിമല വിഷയത്തിന് പുറകെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പുറത്തു വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. കോഴിക്കോട്ട് നിന്നും നമ്മൾ ജനം ടി വി തന്നെയാണ് നിരവധി ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നത്. അതായത് ഈ ക്ഷേത്രങ്ങളിലെ ഭക്തർ കാണിക്കയെ അർപ്പിച്ചിട്ടുള്ള സ്വർണം, വെള്ളി, അതുപോലെ തന്നെ മൂല്യമായ വസ്തുക്കൾ പലതും കാണാനില്ല എന്നൊരു വാർത്ത പല ക്ഷേത്രങ്ങളിലെയും ഇത്തരത്തിൽ സംഭവങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ജനം ടി വി തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാം, മുക്കം നീലേശ്വരം ക്ഷേത്രം, അതുപോലെ തന്നെ മൊകവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ ബാലുശ്ശേരി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 1400-ലധികം ക്ഷേത്രങ്ങളാണ് ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നത്. എന്നാൽ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തർ കാണിക്കയായി അർപ്പിക്കുന്ന സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, അതുപോലെ തന്നെ മൂല്യപ്പെട്ട മറ്റു വസ്തുക്കളെല്ലാം ഉണ്ട്. ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇതിന്റെ രേഖകളെല്ലാം നോക്കാൻ 3 ജീവനക്കാർ മാത്രമാണ് ആകെ ഈ മലബാർ ദേവസ്വം ബോർഡിലുള്ളത്. ഈ കഴിഞ്ഞ 2023 ഇതുമായി ബന്ധപ്പെട്ട് 71 ക്ഷേത്രങ്ങളിലെ ഓഡിറ്റിംഗ് മാത്രമാണ്, അതായത് ഭക്തർ കാണിക്കയായി അർപ്പിച്ചുള്ള സ്വർണ്ണം, വെള്ളി, മറ്റു വസ്തുക്കൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ 71 ക്ഷേത്രങ്ങളിലെ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഈ 1400 ക്ഷേത്രങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം 10% പോലും ഇത്തരം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഓഡിറ്റിംഗ് നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് പറയുന്നത് 1 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ ഈ 1400 ക്ഷേത്രങ്ങളിലെ ഓഡിറ്റിംഗ് നടത്താൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഈ വിവരാവകാശ രേഖയിൽ നിന്ന് പുറത്തു വരുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഇതിന്റെ മറവിൽ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള കൊള്ള നടക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ ഭക്തർ അർപ്പിക്കുന്ന സ്വർണം, അതുപോലെ തന്നെ മൂല്യപ്പെട്ട ഒരുപാട് വസ്തുക്കളുണ്ട്. ഇതെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാതെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കൊള്ളകൾ നടക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അശ്വതി.